ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ യൂണിറ്റ് 2-ലെ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ എന്ന നമ്മളെ യൂണിറ്റ് 2-ലെ മോറൽ എഡ്യൂക്കേഷൻ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ധാർമ്മിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും. ടു സെറ്റിൽ ദ ഇഷ്യൂ ഓഫ് വാട്ട് ഈസ് മോറലി വെർത്ത് ഡൂയിങ്, many people prefer to take the final answer from scriptures like the Gita, Bible or Quran or Guru Granth. എന്താണ് ധാർമ്മിക പരമായിട്ട് ചെയ്യാൻ വിലമതിക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഗീത, ബൈബിള്, ഖുറാൻ അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ തേടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ലൈക്ക് ദി പ്രീച്ചേഴ്സ് ഹു ഹോൾഡ് ഹൈ ഓഫീസേഴ്സ്, ദി മഠാധ്യക്ഷ്, ദ ശങ്കരാചാര്യ, ദ മൗലവി, ദ പ്രീസ്റ്റ്, ദ ഗ്രാന്തി, etc. For such people, these sources alone are the legitimate authority which can finally settle the issue of moral conduct. എന്താ പറയുന്നത്? മതപ്രസംഗകർ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലുള്ള പദവികളിലുള്ള മതത്തെക്കുറിച്ച് ഉപദേശിക്കുന്ന ആളുകൾ, അതായത് മഠാധ്യക്ഷന്മാർ, ശങ്കരാചാര്യ, മൗലവി, പുരോഹിതൻ, ഗ്രന്ഥി തുടങ്ങിയ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെയുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്ക് അവർക്ക് വളരെ അതോറിറ്റി, അതായത് അവർക്ക് എന്തൊക്കെയാണോ കൃതികളിൽ നിന്ന് കിട്ടിയുള്ള സ്രോതസ് എന്തൊക്കെയാണോ യഥാർത്ഥ അധികാരമുള്ളവയാണ് അവയെന്നാണ് അവർ കണക്കാക്കുന്നത്. അവ കൊണ്ട് മാത്രമേ ധാർമ്മികപരമായ പെരുമാറ്റത്തെ നിശ്ചയിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. സം ഡിനോമിനേഷണൽ സ്കൂൾസ് ഇൻ ഇന്ത്യ ഫോളോ ദിസ് ട്രഡീഷൻ ഓഫ് ലിങ്കിങ് മോറൽ എഡ്യൂക്കേഷൻ വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ ചില വിഭാഗീയ സ്കൂളുകളിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തെ മതപരമായ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. They have daily act of worship and in the zero period some religious preaching and anecdote pertaining to some moral are related. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ സീറോ പീരീഡ് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പീരീഡൊന്നും ഇല്ലാത്തൊരു അവർ ഉണ്ടാവില്ല. അങ്ങനത്തെ അവറുകളിൽ ചില മത ഉപദേശകർ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട അനുഭവ കഥകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇത് ധർമ്മശിക്ഷ പീരീഡ് അല്ലെങ്കിൽ മതവിദ്യാഭ്യാസ പീരീഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദേ നെയിം ഇറ്റ് ധർമ്മശിക്ഷ പീരീഡ് ഓർ റിലീജിയസ് എഡ്യൂക്കേഷൻ പീരീഡ്. ഈ പീരീഡിനെ അങ്ങനെയാണ് വിളിക്കുന്നത്, ധർമ്മശിക്ഷ പീരീഡ് അല്ലെങ്കിൽ മതവിദ്യാഭ്യാസ പീരീഡ്. ബട്ട് ഇൻ ഫാക്ട് ദ വേൾഡ് ധർമ്മ ഹാസ് ഗോട്ട് മച്ച് വൈഡർ ആൻഡ് സെക്യുലർ കൊണോട്ടേഷൻ. എന്താ പറയുന്നത്? പക്ഷെ വസ്തുതയായിട്ട് പറഞ്ഞാൽ ധർമ്മ എന്ന പദത്തിന് വളരെ വിശാലവും സെക്യുലറുമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. ഇനി പറയുന്നത് എന്താ വെച്ചാൽ, Dharma is constituted by many well-known scholars as righteousness in duty with the right conduct. അതായത് ധർമ്മം എന്നത് പല ശീലിതമായ ശാസ്ത്രജ്ഞന്മാർ അനുസരിച്ച്, അതായത് ചില ശാസ്ത്രജ്ഞന്മാർക്ക് അനുസരിച്ച് നീതിയുള്ള കടമകൾക്ക് യോജിച്ച രീതിയിൽ പെരുമാറ്റം, ചിന്ത, പ്രവർത്തനം എന്നിവ ആവശ്യമാണെന്നാണ് പറയുന്നത്. Since India has adopted secular democracy as a way of life, such a notion of moral education. എന്താ പറയുന്നത്? ഇന്ത്യ ഒരു സെക്യുലർ ജനാധിപത്യമാണ്, അതായത് മതേതരത്വം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവരുടെ ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിനൊരു പ്രത്യേക മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാർമ്മിക വിദ്യാഭ്യാസം എന്ന ആശയം രാജ്യത്തെ ഭാവിയിലേക്കുള്ള നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമായിട്ട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് അവേഴ്സ് ഇസ് എ മൾട്ടി എത്നിക്, മൾട്ടി കൾച്ചറൽ ആൻഡ് മൾട്ടി റിലീജിയസ് സൊസൈറ്റി. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹം ബഹുജാതി, ബഹുവൈവിധ്യ, മത സമൂഹമാണ്. ദിസ് ഈസ് ബിക്കോസ് അവേഴ്സ്, ഇത് പറഞ്ഞു കഴിഞ്ഞു. ദ സ്കൂൾസ് ആർ മീൻ ടു ഡിസ്ചാർജ് ഫങ്ഷൻസ് ദാറ്റ് ആർ ഫ്രീ ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ. എന്താ പറയുന്നത്? വിദ്യാലയങ്ങൾ മതവിദ്യാഭ്യാസത്തിൽ നിന്ന് സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായവയാണെന്നാണ് പറയുന്നത്. ദ ഐഡിയ ബിഹൈൻഡ് സച്ച് എ തോട്ട്
is that religion is purely personal concern of individual, whereas school is an organ of the total society that aim at the development of intellectual, social, moral skills and attitude in children. എന്താ പറയുന്നത്? ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം എന്താ വെച്ചാൽ മതം ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ കാര്യമാണ്. എന്നാൽ പാഠശാല എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അവയവമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് കുട്ടികളിൽ ഭൗതികപരമായും സാമൂഹികപരമായും ധാർമ്മികപരമായുള്ള കഴിവുകളും സമീപനങ്ങളും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടേണ്ടതെന്നാണ് പറയുന്നത്. ഇനി വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് ദ പ്രിൻസിപ്പൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് വ്യക്തിത്വത്തിൻ്റെ ധാർമ്മിക വശത്തിൻ്റെ വികസനമാണ്. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ ധാർമ്മികപരമായ വശത്തെക്കുറിച്ചുള്ള വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. അടുത്ത് പറയുന്നത് ബിക്കോസ് ദ റിലീജിയസ് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് religious education, as we shall discuss below, cannot be truly educational. Let us now study the distinction between moral education and religious education. എന്താ പറയുന്നത്? എന്നാൽ അത് മതവിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഒരിക്കലും വികസിപ്പിച്ചെടുക്കാൻ നോക്കരുത്. ധാർമ്മികപരമായ വശത്തെ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ വികസിപ്പിച്ചെടുക്കാം, പക്ഷെ മതപരമായ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ മതവിദ്യാഭ്യാസം താഴെ ചർച്ച ചെയ്യുന്ന പോലെ സത്യസന്ധമാകുന്ന ഒരു വിദ്യാഭ്യാസമല്ല. ധാർമ്മിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അടുത്ത ടോപ്പിക്കുമുള്ള അതാണ്. അപ്പോൾ ഇത് നന്നായി നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.